പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ താളുമെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. പഴയ തലമുറയുടെ 90ഉം 80ഉം 95ഉം വയസ്സായി ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് പണ്ടത്തെ താളുമെഴുക്കുവരട്ടി താളുതോരനാണ്. അത് നമുക്കിന്ന് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ചീനിച്ചട്ടി എടുത്തു. ചീനിച്ചട്ടിക്കകത്ത് എണ്ണയൊഴിക്കുന്നു. എണ്ണയൊഴിച്ച് ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ കടുകിടാവൂ, അല്ലെങ്കിൽ പതുക്കെ പൊട്ടിത്തെറിക്കും. പക്ഷേ നമ്മൾ ചീനിച്ചട്ടി ഇച്ചിരി ചൂടാകുന്നതിന് മുമ്പ്, ചട്ടി ചൂടാകുന്നതിന് മുമ്പ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതുകൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളം കാരണം ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു. എങ്കിലും സാരമില്ല, വീണ്ടും ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ച് നമ്മൾ കടുകിടുകയാണ്. കടുകിട്ടു, കരിവേപ്പില ഇട്ടു. ഇനി വീണ്ടും സവോള ഇടുന്നു. ഒപ്പം നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നു. ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നന്നായിട്ട് പച്ചമുളക് അതിലോട്ടിടുന്നു. നന്നായിട്ട് ഇളക്കുക. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോകാതെ വഴണ്ട് വരുന്ന രീതിയിൽ വീണ്ടും താള് അതിലേക്ക് കുടഞ്ഞിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിനിടാം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. വീണ്ടും ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരിടത്ത് തന്നെ കിടന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരിടത്ത് തന്നെ ഇരിക്കും. ഇളക്കി കൊടുക്കുന്നത് ഒരുപോലെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അടച്ചു വയ്ക്കരുത്. അടച്ചു വയ്ക്കാതെ തന്നെ തുറന്നിരുന്ന് തന്നെ അത് വഴണ്ട് പരുവത്തിലായി എടുക്കണം. അത് വെന്ത് ഒരു പരുവത്തിലായി കഴിയുമ്പോൾ വീണ്ടും കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് നന്നായിട്ട് അത് റോസ്റ്റ് പരുവത്തിലായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നമ്മൾ രണ്ടാമത് വീണ്ടും ഇത്തിരി കൂടെ എണ്ണ ഒഴിച്ച് കൊടുത്തല്ലോ. അതിന് വീണ്ടും കാരണം എന്താണെന്ന് വെച്ചാൽ DXൻ്റെ എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. കാരണം കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ എല്ലാം ആ DXനോണ്ട് മാറുകയും ചെയ്യും. വീണ്ടും കരിവേപ്പില ഇട്ട് കൊടുത്തു. എനിക്ക് നന്നായിട്ട് ഫാറ്റി ലിവർ ആയിരുന്നു. ആ DXൻ്റെ എണ്ണ, തവിടെണ്ണ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് ഫാറ്റി ലിവർ നന്നായിട്ട് മാറുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ DXനോട് ഉപയോഗിക്കാറുമുണ്ട്. ഒപ്പം നമ്മൾ താളുമെഴുക്കുവരട്ടി റെഡി. അടിപൊളി, നല്ല മണമാണ്. ഇത് നമ്മൾ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. നന്നായി ചോറുണ്ണാൻ സാധിക്കും. പുതിയ തലമുറയ്ക്ക്, ഇപ്പോഴത്തെ തലമുറ ചിക്കൻ, മട്ടൻ ഒക്കെ കഴിച്ച് അസുഖങ്ങൾ ഉണ്ടാക്കുന്നിടത്ത് ഇതേപോലത്തെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കൂ. പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെറിയൊരു താളുമെഴുക്കുവരട്ടി. എങ്ങനെയുണ്ട്? കഴിച്ച് നോക്കൂ.